ഹായ് ഫ്രണ്ട്സ്, ലാൽസിസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയത്ത് നടക്കുന്ന മറൈൻ മിറക്കിൾസ് കാണാൻ പോയിരുന്നു. 120 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഷാർക്കിൻ്റെ വായിലൂടെ അകത്തേക്ക് പ്രവേശിക്കാം. സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോയിട്ട് പിന്നെ താഴോട്ട് ഇറങ്ങുകയാണ്. താഴെ തിണ്ടികളെല്ലാം നമുക്ക് കാണാം. ഒരു കട്ടൻ മാറ്റി അകത്തേക്ക് പ്രവേശിച്ചാൽ ഒരു റോബോട്ട് പട്ടിയാണ് നമ്മളെ സ്വീകരിക്കുന്നത്. ഓടിച്ചാടി വരുന്ന പട്ടിയാണ്. ഞങ്ങൾ ഉച്ച സമയത്ത് പോയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനുമുണ്ട്. ഇതാണ് വിശാലമായ ഒരു ഹോളാണ്. കുഞ്ഞപ്പനെ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങളോടൊന്നും സംസാരിക്കുകയൊന്നും ചെയ്തില്ല. പിന്നെ നമ്മൾ പക്ഷികളുടെ ഒരു ശേഖരണമാണ് കാണുന്നത്. പല കൂടുകളിലായിട്ട് തത്തകളും കിളികളുമൊക്കെ ഉണ്ട്. നമ്മൾ കൈകൾ നീട്ടുമ്പോൾ അത് നമ്മുടെ അരിയിലേക്ക് ഓടി വരുന്നുണ്ട്. ഇണങ്ങിയത് കൊണ്ടാണോ അതോ തീറ്റ പ്രതീക്ഷിച്ചാണോ വരുന്നതെന്നറിയില്ല. ഒത്തിരി ബോർഡേനായിട്ടൊന്നുമല്ല ഇതൊക്കെ കാണിച്ചിരിക്കുന്നത്. മറ്റ് പല സ്ഥലങ്ങളിലെ അപേക്ഷിച്ച് ഒത്തിരി നല്ലതെന്നും പറയാൻ പറ്റുകയില്ല. പക്ഷേ കുട്ടികളൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കുട്ടി കുരങ്ങനുണ്ട്. അവൻ ചാടി ഓടി നടക്കുന്നുണ്ട് അതിലൂടെ. പിന്നെ മീനുകളുടെ ലോകമാണ്. നല്ല രസമാണ് അതൊക്കെ കാണാനായിട്ട്. പലതരം മീനുകളുണ്ട് ഇവിടെ. ഇവിടെ ധാരാളം ആൾക്കാർ സമയം ചിലവാക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കുകയും മീനുകളുടെ ഭംഗി ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ തലയ്ക്ക് മേളിൽ കൂടെ മീനുകൾ പോകുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒന്നും പേരുകൾ ഇവിടെ എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ ഇവിടെ വെക്കുകയായിരുന്നുവെങ്കിൽ കുറെ കൂടെ നല്ലതായിരുന്നു. കാരണം ഒത്തിരി അക്വേറിയത്തിലൊക്കെ വളർത്തുന്നവർ ധാരാളം വന്ന് കാണുന്നുണ്ട്. പലതിൻ്റെയും പേരുകൾ അന്വേഷിക്കുന്നുമുണ്ട്. വാക്കുകളാൽ വർണ്ണിക്കുന്ന ഭംഗിയല്ല ഈ മീനുകൾക്കൊന്നും. ആ ഗ്ലാസ്സിനകത്തൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ തലയ്ക്ക് മേളിൽ കൂടി ഇത് പോകുന്നത് കാണാൻ മനോഹരമാണ്. ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ല ക്ലിയറായിട്ട് കാണാം. വിദേശ രാജ്യങ്ങളൊക്കെ ഇതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇതൊന്നും ഒരു പുതുമയല്ലായിരിക്കാം. പക്ഷേ ഇവിടെയുള്ളവരൊക്കെ ഇത് നന്നായിട്ട് ആസ്വദിക്കുന്നുമുണ്ട്. കുട്ടികളൊക്കെ പ്രത്യേകിച്ച്. പല വലിപ്പത്തിലുള്ളതും പല രീതിയിൽ പല ഭംഗിയുള്ളതുമായ മീനുകൾ നമ്മുടെ തലയ്ക്ക് മേളിൽ നമുക്ക് ചുറ്റും പോകുന്നത് കാണാൻ ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ ഇതൊരു അനുഭവമാണ്. ധാരാളം ആൾക്കാർ ഈ സൈഡിലുണ്ട്. ഈ കുഴലിൽ നിന്ന് കൊച്ചുകുട്ടികളെയും കൊണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. പല കളറിലുള്ള ടെട്ര അതിമനോഹരമാണ്.
ഈല് കാണാൻ നല്ല ഭംഗിയുണ്ട്. വളരെ വലുതാണ്. പാമ്പിനെ പോലെ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. സമുദ്രത്തിൻ്റെ അടിയിലുള്ള ജീവികളൊക്കെ നമ്മുടെ കയ്യെത്തും ദൂരത്ത് നിൽക്കുന്ന കാണാൻ ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ്. പലതരം മീനുകളുണ്ട് ഇവിടെ. നമ്മൾ ക്യാമറ അടുത്ത് പിടിക്കുമ്പോൾ അവ വന്ന് എത്തി നോക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴാണ് മത്സ്യകന്യകയുടെ രംഗപ്രവേശനം. ഇവിടെയും ധാരാളം ആൾക്കാർ നിൽപ്പുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മത്സ്യകന്യയെ ഇത്ര അടുത്ത് കാണുന്ന നമ്മുടെ കൈ കോർക്കുന്നുണ്ട്. പലതും കോട്ടയത്ത് ഇതുവരെ വന്നിട്ടുണ്ടെങ്കിലും മത്സ്യകന്യയെ ആദ്യമായിട്ടാണ് കോട്ടയത്ത് കാണുന്നത്. ഫോട്ടോയ്ക്ക് നല്ലതായിട്ട് പോസ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ ധാരാളം കടകളാണ്. നമുക്കാവശ്യമായ എല്ലാ സാധനങ്ങളും തന്നെ അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓർഡർ കൊടുത്താൽ പിന്നെ അവർ കൊണ്ടുവെക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതും ചെയ്യുന്നുണ്ട്. ഞങ്ങളവിടെ നേരത്തേക്കപ്പം കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. വെളിയിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഉച്ച സമയമായതിനാൽ അവയൊന്നും ഇപ്പം പ്രവർത്തിക്കുന്നില്ല. 3:30 കഴിയുമ്പോൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. മത്സ്യകന്യയെ ഇവിടെ ഒരു പുതുമയായി ഞാൻ കണ്ടിട്ടുള്ളൂ. മനോഹരമായ കാഴ്ച തന്നെയാണത്. കഥകളിലും ചില സിനിമകളിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പോയി കാണുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.